അതെ, പ്രഗ്നന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ഭാര്യമാരുള്ള ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ശരിക്കും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എൻ്റെ വൈഫിന്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാനത് അത്രയ്ക്ക് അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ ട്വിൻസ് ആയതുകൊണ്ട് അവളിപ്പോ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ശരിക്കും നേരിട്ട് കണ്ട് അറിഞ്ഞ് അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ശരിക്കും മനസ്സിൽ കരുതി. അങ്ങനെ സത്യം പറഞ്ഞാൽ അവളുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഒരു നീറലാണ്. ഞാൻ ലീവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് നോക്കണം. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടുതലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അവള് തന്നെയല്ലേ നോക്കേണ്ടത്. ആ ഒരു ഡിപ്രഷനുള്ളില് അവക്ക് എന്തായാലും വേണ്ടത് ഒരു നല്ലൊരു കരുതലാണ്. നല്ലൊരു അവളെ ഹാപ്പിയാക്കി അല്ലെങ്കിൽ അവളെ ആരോഗ്യത്തോടു കൂടി നിർത്താൻ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യണമെന്ന് ഞാൻ കരുതി. ചെയ്തു. അത് അവക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ കാര്യാ. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയ കാര്യം നമ്മുടെ ഭാര്യമാർക്ക് ശരിക്കും അത് ആഹ് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത്. അങ്ങനെ ഞാൻ ചെയ്തൊരു ചെറിയ കാര്യം, ഒരു പ്രോട്ടീൻ ലഡു ഉണ്ടാക്കി കൊടുത്ത കാര്യം. അത് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത്. പ്രസവത്തിന് ശേഷമുള്ള നാളുകൾ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും ശാരീരികമായും മാനസികമായും ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഇരട്ടക്കുട്ടികളെ ലഭിച്ച വീട്ടിൽ. അമ്മ അനുഭവിക്കുന്ന വേദനയും ഉറക്കമില്ലാത്ത രാത്രികളും കുഞ്ഞുങ്ങളെ നോക്കുന്നതിലെ ക്ഷീണമൊക്കെ കണ്ടു നിൽക്കാവുന്നതിലും അപ്പുറമാണ്. ഈ സിറ്റുവേഷനിൽ വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തൂടെ? കുഞ്ഞുങ്ങൾക്കായുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം ആരോഗ്യം മറന്നു പോകുന്ന അവർക്ക് കരുത്തും ഉന്മേഷവും നൽകാൻ ഒരു കൈത്താങ്ങായി നമുക്ക് മാറാം. അതുകൊണ്ടാണ് എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ പ്രോട്ടീൻ ലഡു ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. ഇതിൽ നിറയുന്നത് വെറും ചേരുവകൾ മാത്രമല്ല, അവളുടെ വേദനകൾ കുറയ്ക്കാനും ഹാപ്പിയായിരിക്കാനും വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയും സ്നേഹവുമാണ്.